ഹലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നിട്ടുള്ളത് നമ്മുടെ ആ ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നിങ്ങൾ കുറച്ച് പേർ എന്നോട് ചോദിച്ച ആ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഞാൻ ഇതിനുണ്ടാക്കിയ പുഡിങ്ങിൻ്റെ അടിയിൽ ബേസായിട്ട് കൊടുത്ത ഈ ഫ്രൂട്ട് കേക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും ട്യൂട്ടി ഫ്രൂട്ട് ഒന്നും അതിലിട്ടിട്ടുണ്ടായിരുന്നില്ല. നട്ട്സ് മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വളരെ ലിമിറ്റായിട്ടാണ് ഇട്ടിട്ടുണ്ടായിട്ടുള്ളത്. പുഡിങ്ങിനായതുകൊണ്ട് തന്നെ. ഇത് നമ്മൾ വീട്ടിലൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കേക്കാണ്. പിന്നെ ഇതേ അളവിൽ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ നിങ്ങളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 80 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര, പൊടിച്ച പഞ്ചസാര കേട്ടോ, ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഈ കേക്ക് നന്നായിട്ട് വരുള്ളൂ. ഇത് എത്രത്തോളം നമ്മൾ ബീറ്റാക്കി എടുക്കുന്നത് നല്ലൊരു ക്രീമി ആയിട്ട് വരും. ഈ ബട്ടറും പഞ്ചസാരയും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് വരും. അങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. അതിലാണ് നമ്മൾ ഈ കേക്ക് നന്നായി വരേണ്ടത്. അപ്പോൾ അത് നന്നായി അടിച്ച് പതപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ 3 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ അളവൊക്കെ കറക്റ്റ് ഓർമ്മിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്കിങ്ങനെ ഇതിലിട്ടിട്ട് ബീറ്റാക്കി എടുക്കാം. ഒരു മുട്ട അടിച്ച് പതിച്ച ശേഷം മാത്രമേ മറ്റൊരു മുട്ട ചേർക്കാം കേട്ടോ. അപ്പോൾ 3 മുട്ട ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള പഞ്ചസാരൻ്റെ അളവ് ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് മധുരം കുറച്ച് വേണ്ടതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം കേട്ടോ. 1 കപ്പ് 1/4 കപ്പ് മൈദയാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതുപോലെ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. ഒന്നിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ നല്ല സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ആക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്ലോർ തയ്യാറാക്കാം കേക്കിലേക്കുള്ള. അതിന് 1/4 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ 200 ഗ്രാമാണ് എൻ്റെ കപ്പിൻ്റെ അളവ്. അതിൽ നിന്ന് 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ്. പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് 3 ചേർത്ത് മിക്സാക്കി നന്നായി അരിച്ച് മിക്സാക്കി എടുത്തൊരു മിക്സാട്ടോ ഞാൻ കേക്കിന് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അതിന് നമ്മളിപ്പോൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ബദാമൊക്കെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് 2 ടീസ്പൂണോളം മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈ മൈദ മിക്സിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്ത ആ മിക്സിൽ നിന്ന് ഞാനിപ്പോൾ പകുതി ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം, ബീറ്റ് എന്ന് വെച്ചാൽ ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റാക്കാൻ പാടുള്ളൂ കേട്ടോ. ഒന്നിലിട്ടിട്ട് ബീറ്റാക്കുക. ഒന്ന് മിക്സായി കിട്ടാൻ മാത്രം, ഓവർ മിക്സിങ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടെല്ലാം കൂടി മിക്സാക്കും ഇങ്ങനെ നല്ലൊരു ടൈറ്റായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് കൂടെ പാല്, സാദാ പാലാട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ പൊതുവെ ഈ കേക്കിന് എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. കുറച്ച് തിക്കുള്ള ഒരു ബാറ്ററാണ് ഈ കേക്കിന് വേണ്ടത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയുള്ള ഇത് ഇപ്പോൾ കറക്റ്റ് ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാല് ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ഒപ്പരങ്ങ് ചേർത്ത് പോകരുത്. നോക്കി വേണം ചേർക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഒരു 1/4 കപ്പേ വേണ്ടി വന്നിട്ടുള്ളൂ. ഈ ഒരു അളവിലാണ് കേക്കിൻ്റെ മിക്സ് വേണ്ടത് കേട്ടോ. ഇങ്ങനെ തിക്കായിട്ടുള്ള, അധികം ഓവർ തിക്കല്ല, ഇങ്ങനെ ഒരു സെമി തിക്കുള്ള ഒരു പരുവാണ് നമുക്ക് കേക്കിന് വേണ്ടത്. അപ്പോൾ ഞാനിനി ഞാൻ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള സമയമാണ്. ഓരോരുത്തരെ ബേക്കിംഗ് ചെയ്യുന്ന ടൈം മാറ്റം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഓവനൊന്നും ഇതിന് വേണ്ട കേട്ടോ. സ്റ്റൗ ടോപ്പിലൊക്കെ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു പാത്രം റിങ് ഇറക്കി വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തിട്ട് നിങ്ങളെ ടൈം നോക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പം ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ്.
അപ്പോൾ ഞാൻ ഇത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ആൽമണ്ട്സ് കട്ടാക്കിയതും ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇത് മാത്രമല്ല ചേർത്ത് കൊടുത്ത്, നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ. വേറെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓവനിൽ ഞാനിത് ബേക്ക് ചെയ്തെടുത്തത് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ് കേട്ടോ. അങ്ങനെ 25-ൻ്റെ ഉള്ളിൽ മിനിറ്റ് തന്നെ എനിക്കിത് ബേക്കായി വന്നിട്ടുണ്ടേനു. അപ്പോൾ ഓരോരുത്തരെ ചൂട് ഓവൻ്റെ ചൂടിനനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈം മാറ്റം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മേലെ ഇപ്പോൾ ഞാൻ കുറച്ച് സ്പ്രെഡാക്കിയത് കുറച്ച് ഷുഗർ സിറപ്പാട്ടോ, ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്നിട്ടത് കവർ ചെയ്ത് വെച്ചതാട്ടോ, തുണിയിട്ടിട്ടൊന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മാഷാ അല്ലാഹ്. പിന്നെ ചെറുതായി അടിഭാഗം ഒന്ന് കുറച്ചുകൂടെ ഡാർക്കായി പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓവൻ്റെ ടൈം കഴിഞ്ഞിട്ട് അതിന് പുറത്തെടുത്ത് വെക്കാൻ എന്നോട് മറന്നുപോയി, അതുകൊണ്ട് പറ്റിയതാട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ടെന്ന് കരുതി പറഞ്ഞതാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ. നല്ല അടിപൊളി കേക്ക് എന്ന് വെച്ചാൽ അടിപൊളി കേക്കാണ്. അപ്പോൾ ഞാനിത് ബേക്കറി സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.